യെല്ലോ അലർട്ട് നൽകിയതിന് പിന്നാലെ തലസ്ഥാനത്ത് കഴിഞ്ഞ 2 മണിക്കൂറിൽ ലഭിച്ചത് ശക്തമായ കാറ്റുമഴയും. മുൻകരുതലിന്റെ ഭാഗമായി 7 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുകയാണ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. സ്വാന്തന സാജു ചേരുന്നു. സ്വാന്തന, മുന്നറിയിപ്പ് പോലെയൊക്കെ തെക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ വലിയ മഴയാണ്. പ്രത്യേകിച്ച് തലസ്ഥാനത്ത് കനത്ത മഴയാണ് മണിക്കൂറുകളായിട്ട്. മറ്റേതൊക്കെ ജില്ലകൾക്കാണ് മുന്നറിയിപ്പ്? ധന്യ, തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള മഴയാണ് കഴിഞ്ഞ മണിക്കൂറിൽ ലഭിച്ചത്. പ്രത്യേകിച്ച് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് ആണ് തലസ്ഥാനത്ത് നൽകിയിരുന്നതെങ്കിലും ഓറഞ്ച് അലേർട്ടിന് സമാനമായ രീതിയിലുള്ള ഒരു മഴയാണ് കഴിഞ്ഞ 2 മണിക്കൂർ തലസ്ഥാനത്ത് ലഭിച്ചത്. പലയിടങ്ങളിലും ചെറിയ രീതിയിലാണെങ്കിലും വെള്ളക്കെട്ടടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം തലസ്ഥാനത്ത് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ 7 ജില്ലകളിലാണ് നേരത്തെ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന മുന്നറിയിപ്പുകൾ പ്രകാരം 8 ജില്ലയിൽ ഇപ്പോൾ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിലാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. മഴ മാത്രമല്ല, 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശുന്ന കാറ്റിനും സാധ്യതയുണ്ട് എന്നും ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തന്നെ ഇതിൽ മഴയുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇരട്ട ചക്രവാത ചുഴിയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അപ്പോൾ തെക്കൻ തമിഴ്നാടിന് മുകളിലായിട്ട് ആണ് ഒരു ചക്രവാത ചുഴിയുള്ളത്. അതുപോലെ തന്നെ തെക്കൻ ആൻഡമാൻ കടലിന് മുകളിലായി മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും സ്വാധീന ഫലമായിട്ട്, ഈ ഇരട്ട ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായിട്ടാണ് സംസ്ഥാനത്ത് മഴ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വരുന്ന ഒരു 4 ദിവസത്തേക്ക് കൂടി ഇത്തരത്തിൽ തന്നെ ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്.